വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയം. നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം +1 സ്റ്റാറ്റിസ്റ്റിക്സിലെ മൂന്നാമത്തെ അധ്യായമായ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പാർട്ട് 1 വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ഈ ചാപ്റ്ററിന്റെ പാർട്ട് 1 വീഡിയോയിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് ആണ് റോ ഡാറ്റ. എന്താണ് റോ ഡാറ്റ എന്ന് പറഞ്ഞാൽ? ആൻ അൺഅറേഞ്ച്ഡ് ഡാറ്റ ഈസ് കാൾഡ് റോ ഡാറ്റ. കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാത്ത ഒരു ഡാറ്റയെ വിവരത്തിനെ വിളിക്കുന്ന പേരാണ് റോ ഡാറ്റ. കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കാത്ത വിവരങ്ങളെ വിളിക്കുന്ന പേരാണ് റോ ഡാറ്റ. ആൻഡ് അൺഅറേഞ്ച്ഡ് ഡാറ്റ ഈസ് കാൾഡ് റോ ഡാറ്റ. അൺഅറേഞ്ച്ഡ് ആയി കിടക്കുന്ന, അൺഓർഗനൈസ്ഡ് ആയിട്ട് കിടക്കുന്ന, ഡിസോർഗനൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ഡാറ്റകളെ, വിവരങ്ങളെ വിളിക്കുന്ന പേരാണ് റോ ഡാറ്റ. അപ്പൊ റോ ഡാറ്റയ്ക്ക് ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ എക്സാമ്പിൾ എന്താ പറയുന്നത്? ഒരു സ്കൂളില് 100 കുട്ടികളുടെ മാത്സിൽ കിട്ടിയ മാർക്കാണ് ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് തന്നിട്ടുള്ളത്. ഈ ഒരു എക്സാമ്പിളിൽ കുട്ടികളുടെ മാർക്ക് കൃത്യമായുള്ള ഒരു രീതിയിലാണോ അവതരിപ്പിച്ചിട്ടുള്ളത്? ഒന്നല്ലെങ്കിൽ കൂടിയ മാർക്കിൽ നിന്നും കുറഞ്ഞ മാർക്കിലേക്ക്, അല്ലെങ്കിൽ കുറഞ്ഞ മാർക്കിൽ നിന്നും കൂടിയ മാർക്കിലേക്ക്, അങ്ങനെ കൃത്യമായിട്ടുള്ള രീതിയിലാണോ ഇപ്പോ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഡാറ്റ അവതരിപ്പിച്ചിട്ടുള്ളത്? അല്ല, അൺഓർഗനൈസ്ഡ് ആയിട്ട് കിടക്കുകയാണ് ഈ ഡാറ്റ. ഇങ്ങനെ കിടക്കുന്ന ഡാറ്റയെ വിളിക്കുന്ന പേരാണ് എന്ത്? റോ ഡാറ്റ. അപ്പൊ കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കാത്ത വിവരങ്ങളെ, ഡാറ്റകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റോ ഡാറ്റ. ഇനി ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള രണ്ടാമത്തെ ഒരു ടോപ്പിക് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ? ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് ഡാറ്റ ഇൻ ടു ഗ്രൂപ്പ്സ് ഓർ ക്ലാസ്സസ് according to similarities is called classification of data. The process of arranging data into groups or classes according to similarities is called classification of data. ഡാറ്റയെ ചില പ്രത്യേകതകൾക്കനുസരിച്ച്, വിവരങ്ങളെ ചില പ്രത്യേകതകൾക്കനുസരിച്ച്, ചില സമാന സവിശേഷതകൾക്കനുസരിച്ച്, ചില പൊതു സവിശേഷതകൾക്കനുസരിച്ച് ഗ്രൂപ്പുകളായോ ക്ലാസുകളായോ തരംതിരിക്കുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. വിവരങ്ങളെ ചില പ്രത്യേകതകൾക്കനുസരിച്ച് ഗ്രൂപ്പുകളായോ ക്ലാസുകളായോ തരംതിരിക്കുന്ന പ്രക്രിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് ഡാറ്റ ഇൻ ടു ഗ്രൂപ്പ്സ് ഓർ ക്ലാസസ് അക്കോർഡിംഗ് ടു സിമിലാരിറ്റീസ് ഈസ് കാൾഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. ഡാറ്റയെ ചില പ്രത്യേകതകൾക്കനുസരിച്ച് ഗ്രൂപ്പുകളായോ ക്ലാസുകളായോ തരംതിരിക്കുന്ന പ്രക്രിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. അപ്പോ നേരത്തെ പറഞ്ഞിട്ടുള്ള റോ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഒരു ഡാറ്റയെ ആക്കി മാറ്റിയതാണ് ഇപ്പോ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നേരത്തെ ഞാൻ തന്നിട്ടുള്ള സ്ക്രീനിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ആ റോ ഡാറ്റയെ ഇപ്പോ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് മാറ്റിയപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? ഗ്രൂപ്പുകളായിട്ട് ഡാറ്റയെ തരംതിരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചില പ്രത്യേകതകൾക്കനുസരിച്ച്, ചില സിമിലാരിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ ഗ്രൂപ്പുകളായോ ക്ലാസുകളായോ തരംതിരിക്കുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ, വിവിധ തരം തരംതിരിക്കലിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഡാറ്റയെ പ്രധാനമായിട്ടും 4 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന്, ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻ, ഭൂപ്രകൃതിക്ക് അനുസരിച്ചുള്ള തരംതിരിക്കൽ. 2, ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, കാലക്രമത്തിനനുസരിച്ചുള്ള തരംതിരിക്കൽ. 3, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ഗുണനാത്മകമായ തരംതിരിക്കൽ. 4, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, പരിണാത്മകമായ തരംതിരിക്കൽ. അപ്പൊ ഡാറ്റയെ പ്രധാനമായിട്ടും 4 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. 1, ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻ, ഭൂപ്രകൃതിക്ക് അനുസരിച്ചുള്ള തരംതിരിക്കൽ. 2, ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, കാലക്രമത്തിനനുസരിച്ചുള്ള തരംതിരിക്കൽ. 3,
ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ഗുണനാത്മകമായ തരംതിരിക്കൽ. 4 ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ പരിണാത്മകമായ തരംതിരിക്കൽ. ആദ്യത്തെ നമുക്ക് ഒന്നാമത്തെ പോയിന്റിനെ പറ്റി ഡിസ്കസ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്തായിരുന്നു? ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻ, ഭൂപ്രകൃതിക്ക് അനുസരിച്ചുള്ള തരംതിരിക്കൽ. ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ. അപ്പൊ എന്താണ് ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഭൂപ്രകൃതിക്ക് അനുസരിച്ച് ഡാറ്റയെ തരംതിരിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് നമ്മൾ ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻ. ഭൂപ്രകൃതിക്ക് അനുസരിച്ച് ഡാറ്റയെ തരംതിരിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് ഡാറ്റയെ തരംതിരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻ. ഉദാഹരണം, സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ, രാജ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, ജില്ലകളുടെ അടിസ്ഥാനത്തിൽ, സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ ഡാറ്റയെ തരംതിരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതു തരം ക്ലാസിഫിക്കേഷൻ ആണ്? ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ എന്താണ് ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻ? ഭൂപ്രകൃതിക്ക് അനുസരിച്ച് ഡാറ്റയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, തരംതിരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പൊ ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒന്നാണ്, ഒരു എക്സാമ്പിൾ ആണ് നിങ്ങൾ ഇപ്പോ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാല്? ഡാറ്റയെ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് തരംതിരിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം തരംതിരിക്കലിനെ വിളിക്കുന്ന പേരാണ് ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻ. ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തായിരുന്നു രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ? ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, കാലക്രമത്തിനനുസരിച്ചുള്ള തരംതിരിക്കൽ. എന്താണ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാല്? ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഡാറ്റയെ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ക്ലാസിഫൈ ചെയ്യുക, തരംതിരിക്കുക? ദിവസങ്ങളുടെയോ ആഴ്ചകളുടെയോ മാസങ്ങളുടെയോ വർഷത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, തരംതിരിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ക്ലാസിഫിക്കേഷനെ വിളിക്കുന്ന പേരാണ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. കാലക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ തരംതിരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പൊ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാല്? വർഷത്തിന്റെയോ മാസത്തിന്റെയോ ദിവസങ്ങളുടെയോ ആഴ്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ തരംതിരിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം തരംതിരിക്കലിനെ വിളിക്കുന്ന പേരാണ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു? ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ക്വാളിറ്റേറ്റീവ് ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഗുണനാത്മക ദത്തങ്ങളെ തരംതിരിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ക്വാളിറ്റേറ്റീവ് ഡാറ്റകൾക്ക് ഉദാഹരണമാണ് ഒരാളുടെ സ്കിന്നിന്റെ കളർ, അതുപോലെ തന്നെ മനുഷ്യന്മാരുടെ ഹെയറിന്റെ കളർ, അതുപോലെ അവരുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വം. ഇതിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അപ്പൊ ക്വാളിറ്റേറ്റീവ് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ അഥവാ ഗുണനാത്മകമായ തരംതിരിക്കൽ. ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായിരുന്നു ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാല്? ഗുണനാത്മകമായ തരംതിരിക്കൽ എന്ന് പറഞ്ഞാല് ഗുണനാത്മകമായ ദത്തങ്ങളെ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്ന, തരംതിരിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഇനി നാലാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. പരിണാത്മകമായ ദത്തങ്ങളെ തരംതിരിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ അഥവാ പരിണാത്മകമായ തരംതിരിക്കൽ എന്ന് പറഞ്ഞാൽ? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയെ തരംതിരിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അപ്പൊ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ക്ലാസിഫിക്കേഷന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസിനെ കുറിച്ചാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ശ്രേണികളെ കുറിച്ചാണ്. പ്രധാനമായിട്ടും സ്റ്റാറ്റിസ്റ്റിക്സിൽ 3 തരത്തിലുള്ള സീരീസ് ആണുള്ളത്, ശ്രേണികളാണുള്ളത്. 1 ഇൻഡിവിജ്വൽ സീരീസ്, 2 ഡിസ്ക്രീറ്റ് സീരീസ്, 3 കണ്ടിന്യൂസ് സീരീസ്. 1 ഇൻഡിവിജ്വൽ സീരീസ് വ്യക്തിഗത ശ്രേണികൾ, 2 ഡിസ്ക്രീറ്റ് സീരീസ് അസന്തത ശ്രേണി, 3 കണ്ടിന്യൂസ് സീരീസ് സന്തത ശ്രേണി.
അപ്പൊ ആദ്യം നമുക്ക് എന്താണ് ഇൻഡിവിജ്വൽ സീരീസ് അഥവാ വ്യക്തിഗത ശ്രേണി എന്താണെന്ന് നമുക്ക് നോക്കാം. ഡാറ്റയെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ആയി പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം അവതരണത്തിനെ വിളിക്കുന്ന പേരാണ്, അത്തരം ശ്രേണികളെ വിളിക്കുന്ന പേരാണ് ഇൻഡിവിജ്വൽ സീരീസ്. ഡാറ്റയെ അസെൻഡിങ് ഓർഡറിലോ ആരോഹണ ക്രമത്തിലോ ഡിസെൻഡിങ് ഓർഡറിലോ അവരോഹണ ക്രമത്തിലോ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സീരീസ് ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ശ്രേണികളായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഡിവിജ്വൽ സീരീസ്. അപ്പൊ ഇൻഡിവിജ്വൽ സീരീസിന് ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡാറ്റയെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ശ്രേണികളായി അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ശ്രേണികളെ വിളിക്കുന്ന പേരാണ് ഇൻഡിവിജ്വൽ സീരീസ്. രണ്ട്, ഡിസ്ക്രീറ്റ് സീരീസ്. എന്താണ് ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ? ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ ആവൃത്തികളോട് കൂടിയ സീരീസിനെ വിളിക്കുന്ന, ശ്രേണികളെ വിളിക്കുന്ന പേരാണ് ഡിസ്ക്രീറ്റ് സീരീസ്. ഫ്രീക്വൻസിയോട് കൂടിയ സീരീസിനെ, ശ്രേണികളെ വിളിക്കുന്ന പേരാണ് ഡിസ്ക്രീറ്റ് സീരീസ്. ഡിസ്ക്രീറ്റ് സീരീസിന് ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇൻഡിവിജ്വൽ സീരീസും ഡിസ്ക്രീറ്റ് സീരീസും കണ്ടാൽ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? ഇൻഡിവിജ്വൽ സീരീസിൽ എമൗണ്ട് വരുന്ന, സംഖ്യകൾ വരുന്ന ഒരു കോളേ ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നാൽ ഡിസ്ക്രീറ്റ് സീരീസിൽ എമൗണ്ടുകൾ വരുന്ന, സംഖ്യകൾ വരുന്ന 2 കോളങ്ങൾ ഉണ്ടായിരിക്കും, ഒരു ആവർത്തി കോളം. അപ്പൊ ഇങ്ങനെ ആവർത്തി കോളമുള്ള സീരീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിസ്ക്രീറ്റ് സീരീസ് അഥവാ അസന്തത ശ്രേണി. അപ്പോ ഇനി പഠിക്കാനുള്ളതാണ് കണ്ടിന്യൂസ് സീരീസ് അഥവാ സന്തത ശ്രേണി. എന്താണ് കണ്ടിന്യൂസ് സീരീസ് അഥവാ സന്തത ശ്രേണി എന്ന് പറഞ്ഞാൽ? ക്ലാസ്സുകളോട് കൂടിയ ആവർത്തി നിരയെ, ക്ലാസ്സുകളോട് കൂടിയ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ വിളിക്കുന്ന പേരാണ് കണ്ടിന്യൂസ് സീരീസ് അഥവാ സന്തത ശ്രേണി. അപ്പൊ കണ്ടിന്യൂസ് സീരീസിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂസ് സീരീസും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഡിസ്ക്രീറ്റ് സീരീസിൽ ക്ലാസ് എന്ന് പറയുന്ന കോളം ഇല്ലായിരുന്നു. കണ്ടിന്യൂസ് സീരീസിൽ ക്ലാസ് കോളം ഉണ്ടായിരിക്കും. ക്ലാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 0 to 10 ആവാം, 0 to 5 ആവാം, 0 to 2 അല്ലെങ്കിൽ 2 to 4, അങ്ങനെ ക്ലാസ്സുകളോട് കൂടിയ ആവർത്തി നിരയെ വിളിക്കുന്ന പേരാണ് എന്ത്? കണ്ടിന്യൂസ് സീരീസ്. ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂസ് സീരീസും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താ? ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും എന്തുണ്ട്? ഫ്രീക്വൻസി കോളം ഉണ്ട്, ആവർത്തി കോളം ഉണ്ട്. പക്ഷേ ഡിസ്ക്രീറ്റ് സീരീസിൽ കണ്ടിന്യൂസ് സീരീസിനെ പോലെ ഒരു ക്ലാസ് കോളം ഇല്ല എന്നതാണ് നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിനെയും കണ്ടിന്യൂസ് സീരീസിനെയും തിരിച്ചറിയാനുള്ള മാർഗം. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിനെയും കണ്ടിന്യൂസ് സീരീസിനെയും ഇൻഡിവിജ്വൽ സീരീസിനെയും തിരിച്ചറിയാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഉത്തരം പറയുന്നതിന് മുന്നോടിയായിട്ട് ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് പോസ് ചെയ്തതിന് ശേഷം ഇതിൽ ഏതാണ് ഡിസ്ക്രീറ്റ് സീരീസ്, ഏതാണ് ഇൻഡിവിജ്വൽ സീരീസ്, ഏതാണ് കണ്ടിന്യൂസ് സീരീസ് എന്ന് കണ്ടെത്താൻ ശ്രമിച്ചു നോക്കുക. അപ്പോൾ ഈ ഒരു പ്രസന്റേഷനിൽ, ഈ ഒരു പിക്ചർ പ്രസന്റേഷനിൽ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഡിവിജ്വൽ സീരീസ് ആണ്. ഓപ്ഷൻ ബിയോ കണ്ടിന്യൂസ് സീരീസ് ആണ്. ഓപ്ഷൻ സിയോ ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. അപ്പൊ ഇതാണ് ഇൻഡിവിജ്വൽ സീരീസും ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂസ് സീരീസും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു.